കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎമ്മിനും മന്ത്രി പി രാജീവിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി രാജീവ് നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് കാണിച്ച് ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് പി രാജീവിനെതിരെ മൊഴി നൽകിയത്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തട്ടിപ്പിൽ പങ്കുള്ള അലി സാബ്രി നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലം. രഹസ്യ അക്കൗണ്ടുകളിലൂടെ സിപിഐഎം കോടികൾ നിക്ഷേപിച്ചുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ അല്പസമയം മുമ്പ് ഈ ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ മന്ത്രി പി രാജീവിൻ്റെ മറുപടി നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കുന്നത്? പി രാജീവിൻ്റെ പേരിന് പുറമെ മറ്റ് ചില നേതാക്കളുടെ പേര് കൂടി ഇതിൽ ഇടം പിടിക്കുന്നുണ്ടല്ലോ അജീഷ്. രജിത്, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തട്ടിപ്പിൽ പങ്കുള്ള പലരുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. ഈ നടപടി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പിൽ പങ്കുള്ള പ്രധാനപ്പെട്ട ഒരാൾ അലി സാബ്രി എന്നയാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിൽ ഇ ഡിയോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇ ഡി ഇന്ന് സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലം പ്രധാനമായും ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് പ്രധാനമായും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും അന്ന് CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് നിയമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കാൻ ഈ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം. പി രാജീവിനെ കൂടാതെ തന്നെ അന്നത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീനെതിരെയും ഗുരുതര ആരോപണങ്ങളുണ്ട്. AC മൊയ്തീനെ കൂടാതെ തന്നെ PK ബിജു, ആലത്തൂർ മുൻ MP PK ബിജു, അതുകൂടാതെ തന്നെ പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള നേതാക്കൾ വരെ നിയമവിരുദ്ധ വായ്പ കിട്ടാനായി സമ്മർദ്ദം ചെലുത്തിയതും ആരോപിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സുനിൽകുമാറിന്റെ മൊഴി പറയുന്നത് വിവിധ CPM-ന്റെ ഈ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റികളാണ് ഈ ബാങ്കിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. ഇവർ പല അക്കൗണ്ടുകളിൽ ഏതാണ്ട് 25 അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ സൂക്ഷിച്ചിരുന്നതായും പറയുന്നു. ഇതുവഴി 100 കോടിയിലധികം രൂപ വെളുപ്പിച്ചതായും പറയുന്നു. പലതും തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകളാണെന്നും പറയുന്നു. ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അറിവില്ലാത്ത അക്കൗണ്ടുകളാണ്. ഇത് കൂടാതെ തന്നെ പാർട്ടിയുടെ കെട്ടിട ഫണ്ട് അക്കൗണ്ടായും ഏരിയ കോൺഫറൻസിൻ്റെ സുവിനീർ അക്കൗണ്ട് എന്ന പേരുകളിലും ഈ ബാങ്കിൽ അക്കൗണ്ട് സൂക്ഷിച്ചിരുന്നു. ഇതുവഴി കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചതായും പറയുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പി രാജീവിൻ്റെ പ്രതികരണം നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി മറ്റു നേതാക്കളുടെ പ്രതികരണം കൂടി വരാനുണ്ട്. കുറച്ച് നേരം വൈകിട്ട് VD സതീശൻ പറയുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു ഒരു സ്റ്റണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം തൊട്ടു മുമ്പ് നമുക്ക് ലഭിച്ചത്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.